Good morning, all. Good morning, Miss. Morning, ma'am. Good morning. Can you sit the no Table on can you sit the biomedical waste categories, disposal method, color bagilana, sukshikinada, category oro category, waste included. Okay, another. Next, any doubts and dominance today? Okay. First, sorry. Biomedical waste management process, first step in the waste collection. Number waste collection and segregation of number waste collection, segregation. Transporting and storage. Biomedical waste transport storage. Next, fourth point treatment and disposal method. Waste dispose incineration technology, autoclaving, microwave radiation, chemical treatment, plasma pyrolysis, land disposal, inertization. Next, last step process final disposal. This is the last stage of biomedical waste disposal. Biomedical waste disposal stage step in the final disposal. Next, final disposal biomedical waste disposal last stage final disposal. Next, benefits of biomedical waste management. Biomedical waste dispose benefits benefits waste correct manage environment neat clean pollutions environment create good health infections reduce hospital acquired infections infections reduce next infection control price treatment waste disposal cost disease infections അവിടെ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സിന് നഴ്സുമാർക്ക് പിന്നെ എല്ലാ വേസ്റ്റുകൾ കൈകാര്യം ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് പേഷ്യൻസിനൊക്കെ എന്താണ് ഇൻഫെക്ഷൻസ് വരുമെന്ന് അല്ലെ അതുകൊണ്ട് അപകടങ്ങളാണെന്ന് പഠിച്ചല്ലോ അപ്പൊ ഈ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ പ്രോബ്ലംസ് കുറയ്ക്കാൻ സാധിക്കുന്നുണ്ടോ ഇൻഫെക്ഷൻ പോലെയുള്ള ഹെൽത്ത് പ്രോബ്ലംസ് നമുക്ക് കുറയ്ക്കാം അല്ലെ പിന്നെന്താണ് ഒരു മിനിറ്റ് കേട്ടോ
ഓക്കെ, അപ്പൊ നോക്കാം അല്ലെ. ക്ലീനർ ഏതൊക്കെ ബെനിഫിറ്റ്സ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് അല്ലെ. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് കൊണ്ടുള്ള ബെനിഫിറ്റ്സ്, ഗുണങ്ങൾ എന്തെല്ലാമാണ്? ക്ലീനർ ആൻഡ് ഹെൽത്തിയർ സറൗണ്ടിങ്സ് അല്ലെ. നമുക്ക് നല്ല വൃത്തിയുള്ള ആരോഗ്യപരമായ ഒരു സറൗണ്ടിങ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നു അല്ലെ. നമ്മുടെ വേസ്റ്റുകൾ കറക്റ്റ് രീതിയിൽ ഡിസ്പോസ് ചെയ്യാണ് അല്ലെങ്കിൽ നല്ല രീതിയിൽ കളക്ട് ചെയ്യൊക്കെയാണെങ്കിൽ അവിടെ നല്ല നീറ്റ് ആയിരിക്കുമല്ലോ ആ ഒരു എൻവയോൺമെന്റ് അല്ലെങ്കിൽ ആ ഒരു സറൗണ്ടിങ്സ് അല്ലെ. നല്ല ക്ലീൻ ആയിട്ടുള്ള ഹെൽത്തിയർ ആയിട്ടുള്ള അല്ലെ, നമുക്ക് രോഗങ്ങളൊന്നും സ്പ്രെഡ് ചെയ്യാത്ത രീതിയിൽ അല്ലെങ്കിൽ രോഗങ്ങളൊന്നും വരാത്ത രീതിയിലുള്ള ഒരു ഹെൽത്തിയർ ആയിട്ടുള്ള ഒരു സറൗണ്ടിങ്സ് ആയിരിക്കും അല്ലെ. നെക്സ്റ്റ് പറയുന്നത് റിഡക്ഷൻ ഇൻ ദ ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ അക്വയേർഡ് ആൻഡ് ജനറൽ ഇൻഫെക്ഷൻസ് അല്ലെ. എന്താണ് ഹോസ്പിറ്റൽ അക്വയേർഡ് ഇൻഫെക്ഷൻസ് അല്ലെ. ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ള ഇൻഫെക്ഷൻസ് അതല്ലെങ്കിൽ നമ്മുടെ സാധാരണ ജനറൽ ഇൻഫെക്ഷൻസ് ഒക്കെ എന്താണ് കുറയ്ക്കാനായി നമുക്ക് സാധിക്കുന്നു അല്ലെ. റിഡക്ഷൻ ചെയ്യാനായി സാധിക്കുന്നു ശരിയായ രീതിയിൽ വേസ്റ്റ് ഡിസ്പോസൽ അല്ലെങ്കിൽ വേസ്റ്റ് മാനേജ്മെന്റ് ചെയ്യുകയാണെങ്കിൽ. നെക്സ്റ്റ് പറയുന്നത് റിഡക്ഷൻ ഇൻ ദ പ്രൈസ് ഓഫ് ഇൻഫെക്ഷൻ കൺട്രോൾ ഇൻ ദ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലില് ഇൻഫെക്ഷൻസ്, ഒരുപാട് ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ശരിയായ രീതിയിലുള്ള വൃത്തിയില്ലാത്ത എൻവയോൺമെന്റ് ആണെങ്കിലല്ലേ അവർക്ക് അതിനു വേണ്ടി ഒരുപാട് പൈസ ചെലവാക്കേണ്ടി വരുള്ളൂ. ഇൻഫെക്ഷൻ കൺട്രോളുമായി ബന്ധപ്പെട്ട് അല്ലെ, ഇൻഫെക്ഷൻസ് കുറയ്ക്കാനായിട്ടും ഇൻഫെക്ഷൻസ് നിയന്ത്രിക്കാനായിട്ടൊക്കെ അവർക്ക് പ്രൈസ് ആവുള്ളൂ, കോസ്റ്റ് വരുള്ളൂ അല്ലെ. അതല്ലെങ്കിൽ അവർക്ക് ആ ഒരു കോസ്റ്റ് കുറയ്ക്കാമല്ലോ. ഇപ്പൊ എന്താണ് നമുക്ക് സ്റ്റെറിലൈസേഷൻ പ്രോസസ് ഒരുപാട് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മ എന്താണ് ഐസൊലേഷൻ ചെയ്ത് താമസിപ്പിക്കുക. അപ്പൊ അതിനൊക്കെ എന്ത് ചെയ്യും? ഐസൊലേഷൻ ചെയ്ത് താമസിപ്പിക്കുന്നതിനൊക്കെ ഒരുപാട് പൈസ ചെലവാവില്ലേ? അപ്പൊ എന്താ ശരിയായ രീതിയിൽ നമ്മ ഡിസ്പോസൽ വേസ്റ്റ് മാനേജ്മെന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പ്രൈസ് കുറയ്ക്കാലോ. ഇൻഫെക്ഷൻ കൺട്രോളുമായി ഹോസ്പിറ്റലിൽ ചെലവാക്കുന്ന പ്രൈസ് നമുക്ക് കുറയ്ക്കാനായി സാധിക്കുന്നു അല്ലെ. നെക്സ്റ്റ് എന്താണ്? റിഡക്ഷൻ ഇൻ ദ പ്രോബബിലിറ്റി ഓഫ് ഡിസീസ് ആൻഡ് ഡെത്ത് ഡ്യൂ ടു റീയൂസ് ആൻഡ് റീപാക്കേജിംഗ് ഇൻഫെക്ഷസ് ഡിസ്പോസിബിൾ. എന്താണ്? നമുക്കറിയാം നമ്മൾ ഒരു തവണ ഉപയോഗിച്ച നീഡിൽസ്, അങ്ങനെ കാത്തീറ്റേഴ്സ്, ട്യൂബുകള് ഒക്കെ നമുക്ക് രണ്ടാമത് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റുമോ? റീയൂസ് ചെയ്യാൻ പറ്റുമോ? യൂസ് ചെയ്യാൻ പറ്റുമോ? ഇഞ്ചക്ഷൻ സിറിഞ്ചുകള്, കാത്തീറ്റേഴ്സ്, ട്യൂബുകള് ഇല്ല അല്ലെ. അപ്പൊ ഇതിൽ പറയുന്നത് നമ്മ അണുബാധ ഏറ്റിട്ടുള്ള അല്ലെ, ഇൻഫെക്ഷൻസ് ബാധയുള്ള ഡിസ്പോസിബിള് പുനരുപയോഗം ചെയ്യുന്നത് മൂലമുണ്ടാകുന്ന അല്ലെ, അത് വീണ്ടും പാക്ക് ചെയ്ത് വീണ്ടും അത് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള അസുഖങ്ങളും മരണങ്ങളും ഡെത്തും നമുക്ക് കുറയ്ക്കാനായി സാധിക്കുന്നു അല്ലെ. ശരിയായ രീതിയിൽ ഡിസ്പോസൽ ഇല്ല, ശരിയായ രീതിയിൽ വേസ്റ്റ് മാനേജ്മെന്റ് ഇല്ലെങ്കിൽ അവർ എന്ത് ചെയ്യും? വീണ്ടും ഉപയോഗിച്ച സാധനങ്ങൾ തന്നെ ഉപയോഗിക്കുമല്ലോ. ശരിക്കും അത് യൂസ് ചെയ്യാൻ പാടില്ല അല്ലെ. നമുക്കറിയാം ഏതൊരു ചെറിയ കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ വേണമെങ്കിൽ പറയില്ലേ, ഉപയോഗിച്ച സിറിഞ്ച് അതൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന്. പക്ഷെ എന്താണ്? ആ ഉപയോഗിച്ച ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഐറ്റംസ് വീണ്ടും പാക്ക് ചെയ്ത് പുനരുപയോഗിക്കുന്നത് മൂലം ഉണ്ടാകുന്ന അസുഖങ്ങളും മരണങ്ങളും നമുക്ക് ഈ വേസ്റ്റ് മാനേജ്മെന്റിലൂടെ നമുക്ക് കുറയ്ക്കാനായി സാധിക്കുന്നു. ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ്, ലോ ഇൻസിഡൻസ് ഓഫ് ഓക്യുപേഷണൽ ഹെൽത്ത് പ്രോബ്ലംസ് അല്ലെ. എന്താണ്? തൊഴിൽപരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കുറയ്ക്കാനായി സാധിക്കുന്നുണ്ട് അല്ലെ. നമ്മൾ ആദ്യം പറഞ്ഞു ആർക്കൊക്കെയാണ് ബയോമെഡിക്കൽ വേസ്റ്റ് കൊണ്ടുള്ള റിസ്ക് അല്ലെ. ഡോക്ടേഴ്സിന്, നഴ്സുമാർക്ക്, സപ്പോർട്ടിംഗ് സ്റ്റാഫുകൾക്കൊക്കെ പറഞ്ഞില്ലേ? പറഞ്ഞോ? അപ്പൊ എന്താണ്? ശരിയായ രീതിയിൽ വേസ്റ്റ് മാനേജ്മെന്റ് ചെയ്യുന്നത് മൂലം ഈ ഹെൽത്ത് പ്രോബ്ലംസ് കുറയ്ക്കാൻ സാധിക്കുന്നുണ്ടോ? ഈ ഓക്യുപേഷണൽ ഹെൽത്ത് പ്രോബ്ലംസ് നമുക്ക് കുറയ്ക്കാലോ. അപ്പൊ ലോ ഇൻസിഡൻസ് ഓഫ് ഓക്യുപേഷണൽ ഹെൽത്ത് പ്രോബ്ലം അല്ലെ, തൊഴിൽപരമായിട്ടുള്ള ആരോഗ്യ പ്രോബ്ലംസ്, ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് കുറയ്ക്കാനായി സാധിക്കുന്നു. നെക്സ്റ്റ്, ഇംപ്രൂവ്ഡ് ഇമേജ് ഓഫ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇൻക്രീസ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ്. ലൈഫ് ഇറങ്ങിക്കിടക്കാണ് കേട്ടോ. ഓഫ് ലൈഫ് എന്നാണ് കേട്ടോ. ഓഫ് കഴിഞ്ഞിട്ടാണ് ലൈഫ് വരേണ്ടത്. ഓക്കെ ആണോ? നിങ്ങളുടെ ബ്രിഞ്ചില് കറക്റ്റ് ആണോ കിടക്കുന്നത്?
അപ്പൊ എന്താ നമുക്ക് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പ്രതിച്ഛായ അല്ലെ ഇമേജ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? നല്ല രീതിയിൽ വേസ്റ്റ് മാനേജ്മെന്റ് ചെയ്യുന്ന ഹോസ്പിറ്റൽ ആണെങ്കിൽ അല്ലെ നമ്മ പറയില്ലേ ആ ഹോസ്പിറ്റല് നല്ല വൃത്തിയുള്ള ചുറ്റുപാടാണ് അല്ലെ, നമ്മ പറയാറില്ലേ പൊതുവെ ഒരു ഹോസ്പിറ്റല് നല്ല നീറ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ് അല്ലെ. അപ്പൊ എന്താ അവരുടെ പ്രതിച്ഛായ, അവരുടെ ആ ഒരു ഇമേജ് ഇംപ്രൂവ് ചെയ്യാനും കൂടാതെ എന്താണ് അവർക്ക് അവിടെ വരുന്ന പേഷ്യൻസിന് ക്വാളിറ്റി ഉള്ള ലൈഫ് വർദ്ധിപ്പിക്കാനും സാധിക്കുന്നുണ്ട് അല്ലെ. അവിടെ വരുന്ന പേഷ്യൻസിന് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ബാധിക്കോ? നല്ല നീറ്റ് ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള സറൗണ്ടിങ്സ് ആണെങ്കിലോ ബാധിക്കോ? ഇല്ല അല്ലെ. അപ്പൊ എന്താണ് ക്വാളിറ്റി ഓഫ് ലൈഫ് അല്ലെ, ഗുണനിലവാരമുള്ള ഒരു ലൈഫ് അവിടുത്തെ വരുന്ന പേഷ്യൻസിന് കൊടുക്കാനായിട്ടും അവർക്ക് സാധിക്കുന്നു, ഹോസ്പിറ്റലുകാർക്ക് സാധിക്കുന്നു. ഓക്കെ ആണോ? ഫസ്റ്റ് പറയുന്നത് ക്ലീനർ ആൻഡ് ഹെൽത്തിയർ സറൗണ്ടിങ്സ് അല്ലെ, വൃത്തിയുള്ള ആരോഗ്യപരമായ സറൗണ്ടിങ്സ് സൃഷ്ടിക്കാൻ സാധിക്കുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നത് അല്ലെ, ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ ആർജിക്കുന്നത് ജനറൽ ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് കുറയ്ക്കാൻ സാധിക്കുന്നു. പിന്നെ എന്താണ് ഇൻഫെക്ഷൻ ഹോസ്പിറ്റലില് ഇൻഫെക്ഷൻ കൺട്രോളുമായി ബന്ധപ്പെട്ട് വരുന്ന ചിലവ് കോസ്റ്റ് കുറയ്ക്കാൻ സാധിക്കുന്നു. കൂടാതെ എന്താണ് നമ്മൾ ഉപയോഗിച്ച അല്ലെ അണുബാധയുള്ള ഡിസ്പോസിബിൾ ആയിട്ടുള്ള സാധനങ്ങൾ, സിറിഞ്ചസ്, കത്തീറ്റേഴ്സ്, ട്യൂബുകള് അങ്ങനെയുള്ള സാധനങ്ങള് വീണ്ടും റീപാക്ക് ചെയ്ത് നമ്മൾ വീണ്ടും ഉപയോഗിക്കുന്നത് മൂലം ഉണ്ടാകുന്ന അസുഖങ്ങളും മരണങ്ങളും കുറയ്ക്കാൻ സാധിക്കുന്നു. നെക്സ്റ്റ് എന്താണ് തൊഴിൽപരമായ അല്ലെ ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെ, ഇൻഫെക്ഷൻസ് പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങള് കുറയ്ക്കാനായി സാധിക്കുന്നു. കൂടാതെ ലാസ്റ്റ് വൺ എന്താണ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെ, ആരോഗ്യ പരിചരണ സ്ഥാപനങ്ങളുടെ ഇമേജസ് പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നതിനും അവിടെ വരുന്ന പേഷ്യൻസിന് നല്ല ഗുണനിലവാരമുള്ള ജീവിതം നൽകാനും സാധിക്കുന്നു. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഗോസ് എക്കോ ഫ്രണ്ട്ലി ഇമേജ് കേട്ടോ. നമ്മ ഷോർട്ടില് അബ്രിവിയേഷൻ ആയിട്ട് പറയുന്നത് ഇമേജ്. ഇമേജിന്റെ എക്സ്പാൻഡഡ് ഫോം വരാട്ടോ, ക്വസ്റ്റ്യൻ വരാം, നോട്ട് ചെയ്യാട്ടോ. പിന്നെ ഇത് ക്വസ്റ്റ്യൻ വരാട്ടോ, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് കേട്ടോ, ക്വസ്റ്റ്യൻ വരുന്നതാണ്, അടയാളപ്പെടുത്താം. നെക്സ്റ്റ് എന്താണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഗോസ് എക്കോ ഫ്രണ്ട്ലി ഇമേജ്. ഇതെന്ന് പറഞ്ഞാല് നമ്മുടെ ഹോസ്പിറ്റലുകളില് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസില് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകളില്ലേ, ആ വേസ്റ്റുകള് ഡിസ്പോസ് ചെയ്യാനുള്ള, നിർമാർജനം ചെയ്യാനുള്ള, സംസ്കരിക്കുന്നതിനുള്ള ഒരു പ്ലാന്റ് ആണ് ഇമേജ്. കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? പാലക്കാടുള്ള ആരെങ്കിലും ഉണ്ടോ നമ്മുടെ ഗ്രൂപ്പില്? പാലക്കാടുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ഇല്ല, ആരില്ല. 36 ആളുകളുണ്ട്, ആരും പാലക്കാടില്ല. ഓക്കെ. അപ്പൊ നോക്കിയേ, ഇമേജ് എന്ന് പറഞ്ഞാൽ എന്താണ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെ, ഹെൽത്ത് കെയർ സ്ഥാപനങ്ങളില് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകള് ഡിസ്പോസ് ചെയ്യാനുള്ള, സംസ്കരിക്കുന്നതിനുള്ള ഒരു മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റ് ആണ് ഇമേജ്. അപ്പൊ നോക്കിയേ, ഇമേജ് അസോസിയേറ്റ്സ് വിത്ത് ഓൾ മോഡേൺ മെഡിസിൻ ഹെൽത്ത് കെയർ എസ്റ്റാബ്ലിഷ്മെന്റ്സ് ഇൻ ബോത്ത് പ്രൈവറ്റ് ആൻഡ് ഗവൺമെന്റ് like a hospital based on their bed strength, clinic based on number of rooms and facilities. എന്താണ് നമ്മുടെ ഇമേജില് എന്താണ് നമ്മുടെ മോഡേൺ മെഡിസിൻ ഹെൽത്ത് കെയർ അല്ലെ, ആധുനിക മെഡിസിൻ ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട് ഉള്ള എല്ലാ സ്ഥാപനങ്ങളും, അതായത് ബോത്ത് അല്ലെ നമ്മുടെ പ്രൈവറ്റ് ആയിക്കോട്ടെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, എല്ലാ ഹെൽത്ത് കെയർ സ്ഥാപനങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇമേജില് സഹകാരികള് അതായത് അംഗങ്ങളായിരിക്കും, മെമ്പേഴ്സ് ആയിരിക്കും. ഇതില് നമ്മ അതില് ഒരു ഹോസ്പിറ്റലില് അതില് മെമ്പർഷിപ്പ് എടുക്കാണ്, അസോസിയേറ്റ്സ് ആവുകയാണെങ്കിൽ അവിടെ എന്താണ് ആ ഒരു ഹോസ്പിറ്റലിന്റെ ബെഡ് സ്ട്രെങ്ത്തിന്റെ അടിസ്ഥാനത്തില്, അല്ലെങ്കിൽ ക്ലിനിക് ആണെങ്കിൽ അവിടെ എത്ര റൂംസുകൾ ഉണ്ട്,
അല്ലെങ്കിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ കാറ്റഗറൈസ് ചെയ്തിട്ട് അതിൽ മെമ്പർഷിപ്പ് കൊടുക്കുന്നത്. അതൊക്കെയാണോ? ഒന്നുകൂടെ പറയാം. എന്താണ് നമ്മുടെ ഹോസ്പിറ്റലുകൾ, അതായത് പ്രൈവറ്റ് ആയിക്കോട്ടെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആയിക്കോട്ടെ എല്ലാ ഹെൽത്ത് കെയർ സ്ഥാപനങ്ങളും നമ്മുടെ ഇമേജില് സഹകാരികളായിരിക്കും, അതായത് അംഗങ്ങളായിരിക്കും. അപ്പൊ അവർക്ക് ഒരു സ്ഥാപനത്തില് നമ്മൾ മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ പല കാറ്റഗറൈസ് ചെയ്യും അല്ലെ, നമ്മള് പല കാറ്റഗറൈസ് ചെയ്തിട്ടല്ലേ നമ്മൾ മെമ്പർഷിപ്പ് തരുന്നത് നമുക്ക്, ആണോ? അപ്പൊ ആ ഒരു മെമ്പർഷിപ്പ് തരുന്നത് എന്താണ്, നമ്മുടെ ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെ എത്ര ബെഡ് സ്ട്രെങ്ത് ഉണ്ട്, എത്രത്തോളം ബെഡ് നമ്പേഴ്സ് ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തില്, ക്ലിനിക്കുകളാണെങ്കിൽ അവിടെ എത്ര റൂംസ്, നമ്പർ ഓഫ് റൂംസ് ഉണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ഫെസിലിറ്റീസ് ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവര് മെമ്പർഷിപ്പ് കൊടുക്കുന്നത്. അത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു ക്ലിനിക്ക് ആണെങ്കിൽ അവിടെ എത്ര റൂംസ് ഉണ്ട് അല്ലെങ്കിൽ എത്ര ഫെസിലിറ്റീസ് ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലല്ലേ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകളുടെ ആ ഒരു ക്വാണ്ടിറ്റിയും വരുന്നത് അല്ലെ. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ഇവര് ഈ ഇമേജ് ഈ വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് എന്ത് നോമിനൽ ഫീസ്, അതായത് മന്ത്ലി ഒരു ഫീസ് ഈടാക്കുന്നുണ്ട്. അപ്പൊ ഇവര് ഏത് കാറ്റഗറിയിൽ പെടുന്നതാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഫീസ് ഈടാക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് അവിടെ എത്ര നമ്പർ ഓഫ് ബെഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ അവിടെ എത്ര റൂംസ് ഉണ്ട്, അല്ലെങ്കിൽ അവിടെ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് മെമ്പർഷിപ്പ് കൊടുക്കുന്നത്. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? എന്താണ് ആരൊന്നും പറയാത്തെ? സാദിയ, കാർത്തിക, ഏത് കാറ്റഗറിയിൽ പെടുന്നതാണ് അല്ലെ? ലാർജ് ആണോ, മീഡിയം ആണോ, എന്താണ് സ്മോൾ ആണോ? നമ്മ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽ പഠിച്ചു അല്ലെ, പഠിച്ചില്ലേ ക്ലാസിഫിക്കേഷൻ? അപ്പൊ നമ്മൾ ലാർജ് ഹോസ്പിറ്റൽ പഠിച്ചു. അതെന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അവിടെ എത്ര നമ്പേഴ്സ് ഉണ്ട് അല്ലെ, ബെഡ്സിന്റെ നമ്പേഴ്സ് എത്രയാണ് അല്ലെ. അതേപോലെ എന്താണ് നമ്മുടെ ഇമേജില് മെമ്പർഷിപ്പ്, അതായത് അസോസിയേറ്റ്സ് ആകുമ്പോൾ, സഹകാരികളാകുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെ എത്ര ബെഡ് സ്ട്രെങ്ത് ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തില്, ക്ലിനിക്കുകളാണെങ്കിൽ അവിടെ എത്ര നമ്പർ ഓഫ് റൂംസ് ഉണ്ട് അല്ലെങ്കിൽ എത്ര ഫെസിലിറ്റീസ് ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തില് അവര് എന്ത് ചെയ്യുന്നുണ്ട്, ഇമേജില് സഹകാരികളാകുന്നു. ഇത്ര ഓക്കെയാണോ? എല്ലാവർക്കും ഓക്കെ അല്ലേ? ക്ലിയർ ആകുന്നില്ല? വോയിസ് ആണോ കാർത്തിക? മിസ് പറയുന്ന വോയിസ് ആണോ അതോ മിസ് പറഞ്ഞ കണ്ടന്റ് ആണോ ക്ലിയർ ആവാത്തത്? വോയിസ് എന്തോ ഓക്കെ ആണോ? ഓക്കെ. ഇത് ഇമേജില് നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റല് അല്ലെങ്കിൽ പ്രൈവറ്റ് ക്ലിനിക്ക്, പ്രൈവറ്റ് ഹോസ്പിറ്റല് എന്ന് നോക്കാതെ എല്ലാ ഹോസ്പിറ്റലും എന്ത് ചെയ്യുന്നുണ്ട്, ഇമേജില് അംഗത്വം അല്ലെ, സഹകാരികളാകുന്നുണ്ട്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ അവർ മെമ്പർഷിപ്പ് അല്ലെങ്കിൽ സഹകാരികളാകുന്നത്? ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെ ബെഡ് സ്ട്രെങ്ത്തിന്റെ അടിസ്ഥാനത്തില്, ക്ലിനിക്കുകളാണെങ്കിൽ അവിടെ എത്ര നമ്പർ ഓഫ് ബെഡ്സ് ഉണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരിവിടെ അംഗത്വം എടുക്കുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ ആ ഒരു ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ആ ഒരു ബെഡ് സ്ട്രെങ്ത് അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിലല്ലേ ആ ഹോസ്പിറ്റലില് വേസ്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ക്വാണ്ടിറ്റി അല്ലേ. ഇപ്പൊ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന അത്രയും വേസ്റ്റ് സിംഗിൾ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ടായിരിക്കും മക്കളെ? ഉണ്ടായിരിക്കോ? ഇല്ല അല്ലെ. അപ്പൊ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ എടുക്കുന്ന അത്രയും ഫീസ്, ആ ഒരു വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ എടുക്കുന്ന ഫീസ് സിംഗിൾ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് എടുക്കണോ? വേണ്ട അല്ലെ. അപ്പൊ അത് മനസ്സിലാക്കാനായിട്ട് അവര് അവിടെ അംഗത്വം എടുക്കുമ്പോൾ, അതായത് മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ അവിടെ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട്, അവിടെ എത്ര ബെഡ് സ്ട്രെങ്ത് ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ കാറ്റഗറൈസ് ചെയ്തിട്ടാണ് അവരവിടെ അസോസിയേറ്റ്സ് ആകുന്നത്. ഓക്കെ ആണോ? അത് ആ ഒരു സെന്റൻസ് ഓക്കെ ആണോ? കൺഫ്യൂഷൻസ് വരാവുന്നത് കൊണ്ടാണ് കേട്ടോ മിസ്
ഓക്കെ ആണോ? നെക്സ്റ്റ് ലാബ് ബേസ്ഡ് ഓൺ ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റീസ് അല്ലെ. ലാബ്സിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട് അല്ലെ, എന്തൊക്കെ ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റീസ് ഉണ്ട്. നമ്മൾ ലബോറട്ടറി നിങ്ങൾ പഠിച്ചില്ലേ? ലബോറട്ടറി പഠിച്ചു അല്ലെ. അതിൽ നിങ്ങൾ എന്ത് പഠിച്ചു? ലാർജ് ലബോറട്ടറി അല്ലെ, മിഡ് സൈസ്ഡ്, വെരി ലാർജ് സൈസ്ഡ് അല്ലെ, സ്മോൾ സൈസ്ഡ് ലബോറട്ടറി ഒക്കെ പഠിച്ചോ? അപ്പൊ നോക്കിയേ, അപ്പൊ അവിടെ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട് അല്ലെ. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ വീടിന്റെ, നമ്മുടെ താമസിക്കുന്നതിന്റെ ചുറ്റുപാട് തന്നെ ഒരുപാട് ലബോറട്ടറീസ് ഉണ്ട് അല്ലെ. മോഡേൺ ആയിട്ടുള്ള ലബോറട്ടറീസ് ഉണ്ട്, ചെറിയ രീതിയിലുള്ള സ്മോൾ ആയിട്ടുള്ള ലബോറട്ടറീസ് ഉണ്ട് അല്ലെ. അപ്പൊ ആ ഒരു ചെറിയ ലബോറട്ടറിയില വലിയ ലബോറട്ടറിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന അത്രയും വേസ്റ്റുകൾ ഉണ്ടാവുമോ? സാമ്പിൾസ് കളക്ട് ചെയ്യോ? ഫെസിലിറ്റീസ് ഉണ്ടാവുമോ? ഇല്ല അല്ലെ. അപ്പൊ എന്താണ്? ലാബ്സുകള് ബേസ്ഡ് ഓൺ ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റീസ്. അവിടെ ഏതൊക്കെ ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റീസ് ഉണ്ട്? ഡെന്റൽ ക്ലിനിക് ആണെങ്കിൽ അവിടെ എത്ര ഡെന്റൽ ചെയേഴ്സ് ഉണ്ട് അല്ലെ എന്നതിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് അവര് അവിടെ എന്ത് ചെയ്യുന്നത്? അസോസിയേറ്റ്സ് ആകുന്നത്. നോമിനൽ നോൺ റിട്ടേണബിൾ ഫീ ഈസ് ബീയിങ് ചാർജ്ഡ് അറ്റ് ദ ടൈം ഓഫ് അഫിലിയേഷൻ. നമ്മൾ അവിടെ അഫിലിയേറ്റ് ചെയ്യുമ്പോൾ, അതായത് നമ്മൾ അവിടെ അംഗത്വം എടുക്കില്ലേ, അസോസിയേറ്റ്സ് ആകുമ്പോൾ നമ്മളിൽ നിന്ന് തിരിച്ചു തരാത്ത അല്ലെ നോൺ റിട്ടേണബിൾ ആയിട്ടുള്ള ഒരു നോമിനൽ ഫീസ് അവരിൽ നിന്ന് ഈടാക്കുന്നുണ്ട്. ഈ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ നിന്ന് ഈടാക്കുന്നുണ്ട്. ഒക്കെയാണത്. നമ്മളാണെങ്കിലും എവിടെയെങ്കിലും അഡ്മിഷൻ എടുക്കുമ്പോൾ നമ്മ ആദ്യം തന്നെ പേയ്മെന്റ് എടുക്കണ്ടേ? അഡ്വാൻസ് പോലെ ഒരു പേയ്മെന്റ് നടത്തണം അല്ലേ. അതേപോലെ എന്താണ്, അവരവിടുത്തെ അംഗത്വം എടുക്കുമ്പോൾ അവരിൽ നിന്ന് തിരിച്ചു തരാത്ത അല്ലെ നോൺ റിട്ടേണബിൾ ആയിട്ടുള്ള ഒരു നോമിനൽ ഫീസ് ഈടാക്കുന്നുണ്ട്. ദ ഓപ്പറേഷൻ എക്സ്പെൻസ് ബീയിങ് മെറ്റ് ബൈ ചാർജിങ് a nominal monthly fees as operational cost declared as for the category HCA. Our HCA health care institution ഏത് കാറ്റഗറിയിലാണ് പെടുന്നത്? സ്മോൾ ആണോ, മിഡ് ആണോ, ലാർജ് ആണോ, ഏത് കാറ്റഗറിയിലാണ്? അവിടെ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട് അല്ലെ. അങ്ങനെ ആ ഒരു കാറ്റഗറിന്റെ അടിസ്ഥാനത്തിൽ ഇവരിൽ നിന്ന് മാസം ആ ഒരു ഓപ്പറേറ്റിംഗ് കോസ്റ്റ് അല്ലെ, അവർക്ക് വരുന്ന പ്രവർത്തന ചെലവ്, അവരെ ആ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നതിനുള്ള ഒരു പ്രവർത്തന ചെലവായിട്ട് മന്ത്ലി ഒരു ഫീസും മന്ത്ലി പേയ്മെന്റ് ഈടാക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങളാണെങ്കിലും അഡ്വാൻസ് പേയ്മെന്റ്, ഇപ്പൊ ഒരു കോഴ്സിന് ചേരുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു പേയ്മെന്റ് അടക്കും അല്ലെ. അഡ്മിഷൻ ഫീ പോലെ അല്ലെ, അഡ്മിഷൻ ഫീ അടക്കും. അതിനുശേഷം മന്ത്ലി നമ്മുടെ കയ്യിൽ നിന്ന് പേയ്മെന്റ് എടുക്കില്ലേ? പേയ്മെന്റ് എടുക്കല്ലേ മന്ത്ലി. അതേപോലെ എന്താണ്, ഇവര് ഫസ്റ്റ് തന്നെ നോൺ റിട്ടേണബിൾ ആയിട്ടുള്ള ഒരു ഫീസ് കളക്ട് ചെയ്യും. കൂടാതെ ഓരോ മാസവും ഇവര് ആ ഒരു ഡിസ്പോസ് ചെയ്യാൻ ഇവര് കൊടുക്കുന്ന വേസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ഇവരിൽ നിന്ന് എന്ത് കൊടുക്കുന്നുണ്ട്? മന്ത്ലി ഒരു ഓപ്പറേഷണൽ കോസ്റ്റ് കൂടി ഈടാക്കുന്നുണ്ട്. ഓക്കെയാണോ? മാസം ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു കാറ്റഗറി അനുസരിച്ച് ഫീസ് കൂടി ഈടാക്കുന്നുണ്ട്. ഇമേജ് വാസ് സ്റ്റാർട്ടഡ് അറ്റ് പാലക്കാട്. ചോദിച്ചില്ലേ പാലക്കാട് ആരെങ്കിലും ഉണ്ടോന്ന്? ഇമേജ് സ്റ്റാർട്ട് ചെയ്തത് പാലക്കാടാണ്. ആൻഡ് ഇറ്റ് വാസ്, ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ, ഇമേജ് എവിടെയാണ് തുടങ്ങിയത്? ക്വസ്റ്റ്യൻ വരുന്നതാണ്. ഇമേജ് വാസ് സ്റ്റാർട്ടഡ് അറ്റ് പാലക്കാട് ആൻഡ് ഇറ്റ് വാസ് കമ്മീഷൻഡ് ഓൺ 14th December 2003. ഇമേജ് സ്റ്റാർട്ട് ചെയ്തത് പാലക്കാടാണ്. ഇത് കമ്മീഷൻ ചെയ്തത് December 14, 2003. ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ, അടയാളപ്പെടുത്തുക. The image has been working successfully from January 2004. ഇമേജ് സക്സസ്ഫുള്ളി ആയിട്ട് പ്രവർത്തനം ആരംഭിച്ചത് ജനുവരി 2004 and has been providing commendable service to the state since its formation. Image thereby guarantees scientific removal of infectious waste generated from health care institution across Kerala within 48 hours in line with the provision laid down in the Biomedical Waste Management Rule 2016 released by the Ministry of Environment and Forest, Government of India. നിങ്ങൾ മനസ്സിലായോ? എന്തൊക്കെയോ വായിച്ചു പോയി അല്ലേ? ഓക്കെ, എന്താന്ന് വെച്ചാല് ഇമേജ് സക്സസ്ഫുള്ളി ആയിട്ട് വിജയകരമായി പ്രവർത്തനം ആരംഭിച്ചത് പറഞ്ഞുതരാം, വെറുതെ ചോദിച്ചതാ.
സക്സസ്ഫുള്ളി ആയിട്ട് വിജയകരമായി പ്രവർത്തനം ആരംഭിച്ചത് ജനുവരി 2004 ഇത് തുടങ്ങിയിട്ട് ഇതെന്താണ് നമ്മുടെ സ്റ്റേറ്റിന് കേരള സ്റ്റേറ്റിന് എന്താണ് നമുക്ക് പറഞ്ഞറിയിക്കത്തക്ക വിധം അല്ലെ എന്താണ് പ്രശസ്തനീയമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. ഓക്കെയാണോ? Commendable service to the states in its formation image by image അല്ലെ ഇമേജ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഈ ഇമേജ് പ്ലാൻ എന്താണ് നമുക്ക് പ്രശസ്തനീയമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. അതായത് നമ്മ ഇമേജില് ഒരു ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ അവർ വേസ്റ്റുകൾ കൊണ്ടുകൊടുത്ത് 48 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് തന്നെ അവർ എന്ത് ചെയ്യുന്നുണ്ട്? അവർ കൊണ്ടുകൊടുത്ത വേസ്റ്റ് നമ്മുടെ പരിസ്ഥിതിക്ക് ഒരു ഹാനികരവും ഉണ്ടാക്കാത്ത രീതിയിൽ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് നമ്മുടെ 2016 പുറപ്പെടുവിച്ച മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരം നിയമപ്രകാരം ഇതിനെ ഡിസ്പോസ് ചെയ്യുന്നു. ഒന്നുകൂടി പറഞ്ഞുതരാം മിസ്. നമ്മ ഇമേജില് ഒരു ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ അതായത് ഒരു ആസ്റ്റർ മെഡിസിറ്റി ആണെന്ന് വെക്കാം. അപ്പൊ ആസ്റ്റർ മെഡിസിറ്റിന്ന് ഒരു ദിവസത്തെ വേസ്റ്റ് അല്ലെ നമുക്ക് ഓരോ ദിവസവും നെക്സ്റ്റ് പറയുന്നുണ്ട് കേട്ടോ. ഓരോ ഇമേജിൽ വരുന്ന വേസ്റ്റുകളുടെ ആ ഒരു കണക്ക് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇമേജ് പ്ലാന്റിൽ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വേസ്റ്റ് കൊടുത്ത് അവർക്ക് കിട്ടി 48 മണിക്കൂർ ആകുന്നതിന് മുമ്പ് തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ പരിസ്ഥിതിക്ക് ഒരു ഹാനികരം ഉണ്ടാക്കാത്ത രീതിയിൽ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ആ വേസ്റ്റുകൾ അവിടെ എന്ത് ചെയ്ത് കളയുന്നു? ഡിസ്പോസ് ചെയ്ത് സംസ്കരിച്ച് കളയുന്നു. ഈ സംസ്കരിക്കുന്നത് 2016 നമ്മുടെ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും പുറപ്പെടുവിച്ച നിയമപ്രകാരമാണ് ഈ വേസ്റ്റുകൾ അവിടെ ഡിസ്പോസ് ചെയ്ത് കളയുന്നത്. ഓക്കെയാണോ? എല്ലാവർക്കും ഓക്കെയാണോ? നിങ്ങൾ വായിക്കുമ്പോ നിങ്ങൾക്ക് തന്നെ എന്താന്നുള്ള ഒരു പിടുത്തം കിട്ടില്ല. ഓക്കെയാണോ? ബാക്കി എല്ലാവർക്കും ഗ്രീഷ്മ ഓക്കെ പറഞ്ഞു. ബാക്കി എല്ലാവർക്കും എങ്ങനെയാണ്? എല്ലാവർക്കും ഓക്കെ അല്ലേ? ഇനി പറയണോ? ഇനി മിസ് പറയണോ? ഇമേജില് നമ്മുടെ എന്താണ് ഒന്നുകൂടെ പറയാം. എന്താണ് ഇമേജില് നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആണോ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആണോ എന്ന് നോക്കാതെ എല്ലാ ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇതിൽ അസോസിയേറ്റ്സ് ആകുന്നുണ്ട്. അവിടെ അസോസിയേറ്റ്സ് ആകുന്ന സമയത്ത് ഓരോ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ അവർ എന്ത് ചെയ്യുന്നുണ്ട്? കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്താണ് ഹോസ്പിറ്റൽ ആണെങ്കിൽ മിസ് ആദ്യം മുതൽ ഒന്നുകൂടെ പറയാം കേട്ടോ. ഒന്നുകൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെ എത്ര ബെഡ് സ്ട്രെങ്ത് ഉണ്ട്? ക്ലിനിക്ക് ആണെങ്കിൽ അവിടെ എത്ര നമ്പർ ഓഫ് റൂംസ് ഉണ്ട്? അതല്ലെങ്കിൽ അവിടെ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട്? ലബോറട്ടറി ആണെങ്കിൽ അവിടെ ഒന്നുകൂടി പോയിന്റ് ആയിട്ട് പറയണം. ഫസ്റ്റത്തെ പോയിന്റ് എന്താണ്? നമ്മുടെ ഹോസ്പിറ്റൽ ഇമേജില് പ്രൈവറ്റ് ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലോ നോക്കാതെ എല്ലാ ഹോസ്പിറ്റലും എന്ത് ചെയ്യുന്നുണ്ട്? സഹകാരികളാകുന്നുണ്ട്, മെമ്പർഷിപ്പ് എടുക്കുന്നുണ്ട്. അതില് നെക്സ്റ്റ് പറയുന്നത് ഓരോ ഹോസ്പിറ്റൽ ഓരോ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസും മെമ്പറൈസ് ആകുമ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ട്? കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്, ഓരോ വിഭാഗങ്ങളായി തിരിക്കുന്നുണ്ട്. അതിൽ തന്നെ പറയുന്നതാണ് ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെ എത്ര ബെഡ് സ്ട്രെങ്ത് ഉണ്ട്, അതല്ലെങ്കിൽ ക്ലിനിക് ആണെങ്കിൽ അവിടെ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ അവിടെ എത്ര നമ്പർ ഓഫ് റൂംസ് ഉണ്ട് അല്ലെ, എത്ര റൂമുകൾ ഉണ്ട്, അല്ലെങ്കിൽ ലബോറട്ടറി ആണെങ്കിൽ അവിടെ എന്തൊക്കെ ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റീസ് ഉണ്ട്, ഡെന്റൽ ക്ലിനിക് ആണെങ്കിൽ അവിടെ എത്ര നമ്പർ ഓഫ് ഡെന്റൽ ചെയേഴ്സ് ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്. ഇതൊക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് അവര് മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ സഹകാരികൾ ആകുമ്പോൾ അവരിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു നോമിനൽ ഫീസ്, അതായത് നാമമാത്രമായാണ് പേരിന് മാത്രം നോൺ റിട്ടേണബിൾ ആയിട്ടുള്ള ഒരു ഫീസ് ഈടാക്കുന്നുണ്ട്. ഓക്കെയാണോ?
നെക്സ്റ്റ് പറയുന്നത് എന്താണ്, ഇവരിൽ നിന്ന് എന്താണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് അല്ലെ, ആ ഒരു ഇമേജ് പ്ലാന്റില് അവർ ഡിസ്പോസ് ചെയ്യുന്നതിന്റെ ഒരു ഓപ്പറേഷൻ പ്രവർത്തന ചെലവായിട്ട് ഈ ഒരു ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ കാറ്റഗറി അനുസരിച്ച് അവരിൽ നിന്ന് മാസം മാസം ഒരു ഫീസ് ഈടാക്കുന്നുണ്ട്. അതൊക്കെയാണോ? നെക്സ്റ്റ് വരുന്നത് ഇമേജ് തുടങ്ങിയത് സ്റ്റാർട്ട് ചെയ്തത് പാലക്കാടാണ്. നെക്സ്റ്റ് ഇത് കമ്മീഷൻ ചെയ്തത് ഡിസംബർ 14, 2003 ഓക്കെ ആയോ? നെക്സ്റ്റ് എന്താണ്, ഇമേജ് തുടങ്ങിയതിന് ശേഷം അല്ലെ, ഇമേജ് സക്സസ്ഫുള്ളി ആയിട്ട് പ്രവർത്തനം ആരംഭിച്ചത് ജനുവരി 2004 2003 ഡിസംബർ 14 ഇത് കമ്മീഷൻ ചെയ്തെങ്കിലും പ്രവർത്തനം ആരംഭിച്ചത് ജനുവരി 2004. അതൊക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് ഇമേജ് പ്ലാന്റ് തുടങ്ങിയതിനു ശേഷം നമ്മുടെ സ്റ്റേറ്റിന് പറഞ്ഞറിയിക്കത്തക്ക രീതിയിൽ അല്ലെ, അതല്ലെങ്കിൽ പ്രശംസനീയമായ രീതിയിലുള്ള ഒരു വർക്കിംഗ് കണ്ടീഷൻ, ഒരു പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. അത്രയും ഓക്കെയാണോ? ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, ഇമേജ് പ്ലാന്റില് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ നിന്ന് വേസ്റ്റുകൾ കൊടുത്തു കഴിഞ്ഞാൽ അത് അവർക്ക് കിട്ടി ഒരു 48 മണിക്കൂർ ആകുന്നതിന് മുമ്പ് തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു വേസ്റ്റ് നമ്മുടെ 2016 മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും പുറപ്പെടുവിച്ച നിയമപ്രകാരം അവരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ഡിസ്പോസ് ചെയ്ത് സംസ്കരിച്ച് കളയുന്നു. അതൊക്കെയാണോ? രണ്ടായിരത്തി 2016 മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊണ്ടുവന്ന റൂള് എന്നാണ് റിലീസ് ചെയ്തത്? ആ ഒരു ഇയർ ചോദിക്കട്ടെ. 2016. അതായത് നമ്മൾ ഈ കുറെ ഡിസ്പോസൽ മെത്തേഡുകൾ പറയുന്നില്ലേ മക്കളെ, ഓട്ടോക്ലേവിങ്, മൈക്രോവേവിങ്. അപ്പൊ അതനുസരിച്ച് വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യുക. അപ്പൊ നമുക്ക് നിയമങ്ങൾ നമ്മ ഫസ്റ്റ് പറഞ്ഞില്ലേ, നിയമങ്ങൾ റൂൾ അനുസരിച്ച്, നിയമം അനുസരിച്ച്. ഓക്കെ ആണോ? ഓക്കെ ആയോ എല്ലാവർക്കും? ഓക്കെ ആയോ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. അതേപോലെ നമ്മുടെ നമുക്ക് സബ്സിഡി ഒക്കെ കിട്ടാറില്ലേ നമുക്ക് എന്താണ് കുടുംബശ്രീയിലൊക്കെ ചില ആളുകൾക്ക് സബ്സിഡി കിട്ടാറുണ്ട് അല്ലെ, അല്ലെങ്കിൽ റേഷൻ കടയിൽ കുറച്ചു പേർക്ക് എന്താണ് ഫ്രീ ആയിട്ട് അരിയൊക്കെ കിട്ടാറില്ലേ? കിട്ടാറുണ്ടോ? ഉണ്ട്. അതേപോലെ നമ്മുടെ ഇമേജില് കുറച്ച് പേർക്ക് അവരുടെ കൺസെഷൻ കൊടുക്കുന്നുണ്ട്. കൺസെഷൻ എന്ന് പറഞ്ഞാൽ ബെനിഫിഷ്യറീസ് കൊടുക്കുന്നുണ്ട്, ഇങ്ങനെ റിഡക്ഷൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതാരൊക്കെയാണെന്നാണ് നെക്സ്റ്റ് പറയുന്നത്. നോക്കിയേ, ഓൾ ഗവൺമെന്റ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ അണ്ടർ ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസസ് കേരള ആൻഡ് ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഓഫ് കേരള ആർ ബെനിഫിഷ്യറീസ് ഓഫ് ദ സ്പെഷ്യൽ സ്കീം ഇമേജ് by which they are spared from paying affiliation fees and made eligible for the service from image at the subsidized rate. എന്താണ് ഈ നമ്മുടെ all government health care institution under director of ഹെൽത്ത് സർവീസസ് കേരളയ്ക്കും നമ്മുടെ ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഓഫ് കേരളയ്ക്കും കീഴിൽ വരുന്ന ഹോസ്പിറ്റലുകള് നമ്മുടെ ഈ ഇമേജ് പ്ലാന്റിലെ പ്രത്യേക ബെനിഫിഷ്യറീസ് അല്ലെ, പ്രത്യേക ഗുണഭോക്താക്കളാണ്. ഇവർക്ക് സബ്സിഡി കിട്ടുന്നുണ്ട്. ഇവരിൽ നിന്ന് ആ നോമിനൽ ഫീസ് എന്ന് നമ്മൾ പറഞ്ഞില്ലേ, ഫസ്റ്റ് നോമിനൽ ഫീസ് ഈടാക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അംഗത്വം എടുക്കാനായിട്ട്, അഫിലിയേഷൻ എടുക്കാനായിട്ട്. ആ ഒരു അഫിലിയേഷൻ ഫീസ് ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നില്ല, ഈ ഒരു ഹോസ്പിറ്റലുകാരുടെ കയ്യിൽ നിന്ന് ആ ഒരു അഫിലിയേഷൻ ഫീസ് ഈടാക്കുന്നില്ല. കൂടാതെ ഇവരിൽ നിന്ന് കൊടുക്കുന്ന ആ മന്ത്ലി ഫീസിലും ഇവർക്ക് സബ്സിഡി, അതായത് ഇളവ് നൽകുന്നുണ്ട്. നമ്മുടെ ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസസ് കേരളയ്ക്ക് ഉദാഹരണമാണ് നമ്മുടെ പ്രൈമറി ഹെൽത്ത് കെയർ ഒക്കെ ഇല്ലേ,
നമ്മുടെ വീടിന്റെ അടുത്തുള്ള പ്രൈമറി ഹെൽത്ത് കെയർസ് ഒക്കെ ഇല്ലേ? അവിടെയൊക്കെ ചെറിയ തോതിലാണ് അല്ലെ? ചെറിയ തോതിലല്ലേ വേസ്റ്റുകളൊക്കെ ഉണ്ടാവുള്ളൂ അല്ലെ? ഒരുപാട് വേസ്റ്റുകൾ ഉണ്ടാവോ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിലല്ലോ? ഇല്ല അല്ലെ? അപ്പൊ ആ ഒരു ഡയറക്ടർ ഓഫ് കെയർ ഹെൽത്ത് സർവീസസ് കേരളയ്ക്കും പിന്നെ ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഓഫ് കേരള എന്ന് പറഞ്ഞാൽ നമ്മുടെ മെഡിക്കൽ കോളേജുകളൊക്കെ മക്കളെ, മെഡിക്കൽ കോളേജുകൾ. അപ്പൊ ആ മെഡിക്കൽ കോളേജുകളൊക്കെ എന്താണ്? നമ്മുടെ ഇമേജിന്റെ പ്രത്യേക ഗുണഭോക്താക്കളാണ്. എന്ന് വെച്ചാല് ഇവരിൽ നിന്ന് ആ ഒരു എന്താണ് ആ ഒരു അഫിലിയേഷന്റെ സമയത്ത് ഈടാക്കുന്ന ആ ഫീസ് ഈടാക്കുന്നില്ല അല്ലെ? അവർക്ക് അതിൽ ഇളവ് നൽകുന്നു. കൂടാതെ മന്ത്ലി ആ പേയ്മെന്റിലും അവർക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? സബ്സിഡിയിലെ ഇളവ് നൽകുന്നുണ്ട്. മറ്റേ നമ്മുടെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ മറ്റ് ഹോസ്പിറ്റലുകളിൽ നിന്ന് എടുക്കുന്ന അത്രയും ഫീസ് ഇവരിൽ നിന്ന് ഈടാക്കുന്നില്ല. ഓക്കെയാണോ? നമുക്ക് സ്കൂളിൽ ചില കാറ്റഗറിയിൽ വരുന്ന ആളുകൾക്ക് ഇത് കിട്ടാറില്ലേ? സബ്സിഡി ഫീസിൽ ഇളവ് കിട്ടാറില്ലേ? ഓർമ്മയുണ്ടോ? ഫീസിൽ ഇളവ് കിട്ടാറില്ലേ? അതേപോലെ എന്താണ് ഈ ഒരു നമ്മുടെ മെഡിക്കൽ കോളേജുകൾക്കും നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിനൊക്കെ എന്തുണ്ട്? ഇവരിൽ നിന്ന് കൊടുക്കുന്ന ആ ഫീസിൽ ഇളവ് നൽകുന്നു. ഓക്കെയാണോ? അത് എല്ലാവർക്കും ഓക്കെയാണോ? ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. നെക്സ്റ്റ് ആണ് മിസ് പറഞ്ഞത് ഓൺ ആവറേജ്. ആവറേജ് ആണ് കേട്ടോ പറയുന്നത്. ഒരു ഏകദേശം about 55.8 tons of biomedical waste arrives at image plant daily. ഡെയിലി ആണ് കേട്ടോ. ഒരു ദിവസം ഇമേജ് പ്ലാന്റില് 55.8 ടൺ ബയോമെഡിക്കൽ വേസ്റ്റുകളാണ് ഇമേജ് പ്ലാന്റിൽ ഡിസ്പോസ് ചെയ്യാനായിട്ട് വരുന്നത്. അതില് 30.5 ടൺ വേസ്റ്റുകൾ എന്താണ്? ഇൻസിനറേഷൻ വേസ്റ്റ് ആണ്. അതേപോലെ 19 ടൺ വേസ്റ്റുകളും എന്താണ്? ഓട്ടോക്ലേവബിൾ വേസ്റ്റുകൾ അല്ലെ? ദാറ്റ് കളക്ട് റെഡ് ബാഗിലാണ് അല്ലെ ഓട്ടോക്ലേവബിൾ വേസ്റ്റുകൾ കളക്ട് ചെയ്യുന്നത്. അതേപോലെ 5 ടൺ വേസ്റ്റുകളും എന്താണ്? ബോട്ടിൽസ് ആണ് അല്ലെ? 5 ടൺ വേസ്റ്റുകളും അതിൽ ബോട്ടിൽസ് ആണ്. 0.7 ടൺ ഈസ് ഷാർപ്പൻഡ് മെറ്റൽസ് അല്ലെ? 0.7% വേസ്റ്റുകളും 7 ടൺ വേസ്റ്റുകളും ഷാർപ്പായിട്ടുള്ള വേസ്റ്റുകളോ അല്ലെങ്കിൽ മെറ്റൽ ആയിട്ടുള്ള വേസ്റ്റുകളോ ആണ്. 0.6 ടൺ വേസ്റ്റ് എന്താണ്? ഡിസ്കാർഡഡ് മെഡിസിൻ ആണ് അല്ലെ? അതിന്റെ ആ ഒരു ഇമേജ് പ്ലാന്റില് ഒരു ദിവസം എത്ര ടൺ വേസ്റ്റ് വരുന്നില്ലേ? 55.8. അത് ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. അത് ക്വസ്റ്റ്യൻ വരുന്നതാണ്. അപ്പൊ നോക്കിയേ, നമ്മുടെ സ്റ്റേറ്റിൽ ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വേസ്റ്റ് ആണ്. ഈ വേസ്റ്റ് നേരിട്ട് നമ്മുടെ എൻവയോൺമെന്റിൽ അല്ലെങ്കിൽ നമ്മുടെ പരിസ്ഥിതിയിൽ ചെല്ലാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ആലോചിച്ച് നോക്കിയേ. ഇതിനി കൂടാണോ കുറയാണോ ചെയ്യുന്നത്? ഇനി ഓരോ വർഷം ചെല്ലും തോറും ഇത് കൂടാണോ കുറയാണോ ചെയ്യുന്നത്? കൂടല്ലേ? ഇൻക്രീസ് ചെയ്യാണല്ലേ ചെയ്യുന്നത്? അത് ഓക്കെയാണോ മക്കളെ? ഓക്കെയാണോ? അത് നെക്സ്റ്റ് പറയുന്നത് this waste is generated from 13,000 plus health centers across the state of Kerala within 24 hours of generation. ഈ ഒരു വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള 13,000 കൂടുതൽ ഹെൽത്ത് കെയർ സെന്റേഴ്സ് ആരോഗ്യ കേന്ദ്രങ്ങളില് ഒരു ദിവസം അതായത് 24 മണിക്കൂർ കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകളാണ്. ഓക്കെയാണോ? ലാസ്റ്റ് ഒന്നുകൂടി പറയണം. നമ്മ പറഞ്ഞില്ലേ 50 ഗ്യാതേർഡ് ആണ് കേട്ടോ. മിസ് പെട്ടെന്ന് വായിച്ചപ്പോ അതായത് ഓക്കെ. അതായത് ഈ ഇമേജ് പ്ലാന്റ് കളക്ട് ചെയ്യുന്ന ഈ വേസ്റ്റ് ഇല്ലേ 55.8% വേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തില് ഒരു ദിവസം 13,000 നമ്മുടെ കേരളത്തിൽ 13,000 കൂടുതൽ ഹോസ്പിറ്റലുകൾ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പൊ ആ ഒരു 13,000 കൂടുതലുള്ള ഹെൽത്ത് കെയർ സെന്റേഴ്സിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന 24 മണിക്കൂർ അതായത് ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വേസ്റ്റുകളാണ്.
ഓക്കെ അല്ലേ? നമ്മുടെ കേരളത്തിലെ ഹോസ്പിറ്റലുകളിൽ ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വേസ്റ്റുകളാണ് 55.8% വേസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് ഈ സിമ്പിൾ ഒന്ന് പഠിച്ചേട്ടാ. ഈ സിമ്പിൾ ബയോ ഹൈസാർഡിനെ സൂചിപ്പിക്കുന്നതാണ്. ഈ ഒരു സിമ്പിൾ സൈറ്റോടോക്സിക് ഡ്രഗ്സ്, സൈറ്റോടോക്സിക് വേസ്റ്റുകളെ സൂചിപ്പിക്കുന്നതാണ്. ഇത് നമുക്ക് വാണിംഗ് തരുന്നതാണ് അല്ലെ. ഇൻഫെക്ഷസ് വേസ്റ്റ് ഡിസ്പോസ് ഓഫ് പ്രോപ്പർലി. പോർഷൻസ് അല്ലെ, കീമോതെറാപ്പി ഉണ്ട്, ശ്രദ്ധിക്കുക അല്ലെ. അപ്പൊ നിങ്ങൾ ലബോറട്ടറിയിലും കുറെ സിമ്പിൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. റേഡിയേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലെ, ഇലക്ട്രിക് ഹസാർഡ് പഠിച്ചിട്ടുണ്ട് അല്ലേ, ലബോറട്ടറിയിൽ പഠിച്ചില്ലേ കുറെ സിമ്പിളാ. അപ്പൊ സിമ്പിളിന്ന് ക്വസ്റ്റ്യൻ വരും കേട്ടോ, സിമ്പിളിന്ന് ക്വസ്റ്റ്യൻ വരും കേട്ടോ, നോക്കി വെക്കാം. സിമ്പിൾ ആണ്, നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷൻ ആണ് കേട്ടോ. അപ്പൊ നോക്കി വെക്കാം കേട്ടോ. ഒരു കുറെ നിങ്ങൾക്ക് അറിയാവുന്നതൊക്കെ തന്നെയല്ലേ. നെക്സ്റ്റ്, മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് മേക്ക് ഷുവർ അല്ലെ. നമ്മുടെ മാനേജ്മെന്റും നമ്മുടെ അഡ്മിനിസ്ട്രേഷനും ഈ ബയോമെഡിക്കൽ വേസ്റ്റുകളുടെ കാര്യത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉറപ്പാക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്. എവറി ഹോസ്പിറ്റൽ മസ്റ്റ് ഹാവ് വെൽ ഡിഫൈൻഡ് അവയർനെസ് ആൻഡ് ട്രെയിനിങ് പ്രോഗ്രാം ഫോർ ഓൾ ദ കാറ്റഗറി ഓഫ് പേഴ്സണൽ കൺസേണിംഗ് BMW അല്ലെ. നമ്മ ഹോസ്പിറ്റലിലുള്ള എല്ലാ സ്റ്റാഫുകൾക്കും ഇപ്പൊ നമ്മ പറഞ്ഞു, നമ്മുടെ മേലേ തട്ടിലുള്ള അല്ലെ ഡോക്ടേഴ്സ്, അതല്ലെങ്കിൽ മേലേ തട്ടിലുള്ള സ്റ്റാഫ് മുതൽ താഴെ തട്ടിലുള്ള സ്റ്റാഫ്, ക്ലീനിങ് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് വരെ നമ്മ ഇതിനെ കുറിച്ച് അവയർനെസ്സും അല്ലെ ബോധവൽക്കരണവും പരിശീലനവും കൊടുക്കണ്ടേ? വേണ്ടേ? വേസ്റ്റുകൾ എങ്ങനെ കറക്റ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാം അല്ലേ, എങ്ങനെ നമുക്കത് സെപ്പറേറ്റ് ചെയ്ത് സൂക്ഷിക്കാം അല്ലേ, അതുകൊണ്ട് എന്തൊക്കെ അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യല്ലേ. അപ്പൊ അതിനെ കുറിച്ച് എവറി ഹോസ്പിറ്റൽ, എല്ലാ ഹോസ്പിറ്റലിലും നമ്മുടെ ഓൾ ദ കാറ്റഗറി ഓഫ് പേഴ്സൺ അല്ലെ, എല്ലാ വിഭാഗത്തിലും പെടുന്ന ആളുകൾക്ക് ഇതുമായി ബയോമെഡിക്കൽ വേസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ബോധവൽക്കരണ ക്ലാസ്സുകളിലെ അവയർനെസ്സും പരിശീലനങ്ങളും നൽകുക. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത്, ട്രെയിനിങ് ഹാസ് ടു ബി ഗിവൺ ഇൻ സ്യൂട്ടബിൾ ലാംഗ്വേജ് ഇൻ എ മാനർ ദാറ്റ് ഈസ് അക്സെപ്റ്റബിൾ. ഈച്ച് ഹോസ്പിറ്റൽ ഷുഡ് സെറ്റ് എ ഹോസ്പിറ്റൽ വേസ്റ്റ് മാനേജ്മെന്റ് കമ്മിറ്റി. ഫസ്റ്റ് പറയുന്നത്, നമ്മുടെ ഈ ട്രെയിനിങ് കൊടുക്കാന്ന് പറഞ്ഞില്ലേ ആദ്യം തന്നെ, ആ ട്രെയിനിങ് നമുക്ക് അറിയാവുന്ന ഭാഷയിലായിരിക്കണം അല്ലെ. ഇപ്പൊ മിസ് ഇവിടെ ഇരുന്ന് ഹിന്ദിയിൽ ക്ലാസ് എടുത്തിട്ട് കാര്യമുണ്ടോ, അല്ലെങ്കിൽ മറാഠിയിൽ ക്ലാസ് എടുത്തിട്ട് കാര്യമുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാകുമോ? മനസ്സിലാകുമോ? ഇല്ല അല്ലെ. അപ്പൊ എന്താണ്, അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള അല്ലെ, നമ്മ ക്ലാസ് എടുക്കുന്ന ആളുകൾ, ക്ലാസ് കൊടുക്കുന്ന ആളുകൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള അല്ലെ, അവർക്ക് പരിചിതമായിട്ടുള്ള ഒരു ലാംഗ്വേജിലായിരിക്കണം നമ്മ അവർക്ക് ട്രെയിനിങ് കൊടുക്കേണ്ടത്. കൂടാതെ എല്ലാ ഹോസ്പിറ്റലിലും വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് ഒരു കമ്മിറ്റി ഉണ്ടായിരിക്കണം, രൂപീകരിക്കണം. ഒക്കെയാണത്. ഓക്കെയാണോ? Next, this committee should be liable for making a hospital-specific action plan for hospital waste management and its supervision, monitoring and implementation. എന്ത് ചെയ്യണം? ഈ കമ്മിറ്റി, നമ്മ ഈ രൂപീകരിച്ചിട്ടുള്ള കമ്മിറ്റി ഹോസ്പിറ്റൽ വേസ്റ്റ് മാലിന്യ സംസ്കരണത്തിന് മേൽനോട്ടം വഹിക്കുകയല്ലേ, അവരല്ലേ സൂപ്പർവിഷൻ ചെയ്യേണ്ടത് അല്ലേ. ഈ കമ്മിറ്റി ആയിരിക്കും ആ സ്റ്റാഫുകള് കറക്റ്റ് രീതിയിൽ വേസ്റ്റുകൾ സ്റ്റോർ ചെയ്യുന്നുണ്ടോ, കറക്റ്റ് രീതിയിൽ ഡിസ്പോസ് ചെയ്യുന്നുണ്ടോ, കറക്റ്റ് രീതിയിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ടോ, പറഞ്ഞ രീതിയിലാണോ ഓരോ കണ്ടെയ്നേഴ്സിലും സൂക്ഷിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി സൂപ്പർവിഷൻ നടത്തുകയും അല്ലെ മേൽനോട്ടം വഹിക്കുകയും അത് മോണിറ്റർ ചെയ്യുകയും. സോറി, ഒരു മിനിറ്റ് കേട്ടോ. എന്താണ് ഈ കമ്മിറ്റി എന്ത് ചെയ്യണം? വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് ആക്ഷൻ പ്ലാൻ രൂപീകരിക്കണം അല്ലെ. ആദ്യം തന്നെ ആക്ഷൻ പ്ലാൻ, അതായത് ഓരോ വേസ്റ്റുകളും എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത്, അത് ഏതൊക്കെ കണ്ടെയ്നേഴ്സിലായിരിക്കണം സൂക്ഷിക്കേണ്ടത്, ഇത് എവിടെയാണ് ഈ വേസ്റ്റുകൾ എവിടെയാണ് സ്റ്റോറേജ് ചെയ്യേണ്ടത്, ഇൻഫെക്ഷൻ കൺട്രോളുമായി ബന്ധപ്പെട്ട് ഇവർക്ക് എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കും അല്ലെ, അങ്ങനെയൊക്കെ ബന്ധപ്പെട്ട് ഒരു ആക്ഷൻ പ്ലാൻ രൂപീകരിക്കുകയും ആ ആക്ഷൻ പ്ലാൻ എന്ത് ചെയ്യണം? ഈ കമ്മിറ്റി സൂപ്പർവിഷൻ നടത്തുകയും മോണിറ്റർ ചെയ്യുകയും അത് നടപ്പിലാക്കുകയും
ചെയ്യുക, ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ ആണോ? ആദ്യം നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടായിരിക്കണം അല്ലെ. അപ്പൊ ഈ രൂപീകരിച്ച കമ്മിറ്റി എന്താണ്? ഹോസ്പിറ്റലിലെ വേസ്റ്റുമായി ബന്ധപ്പെട്ട് ആക്ഷൻ പ്ലാനുകൾ ആസൂത്രണം ചെയ്യണ്ടേ? അപ്പൊ നമ്മുടെ വീട്ടില് വേസ്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മ ആസൂത്രണം ചെയ്തിട്ടില്ലേ? ബയോഗ്യാസ് നിർമ്മിക്കാൻ പറ്റുമോ അല്ലെ? വേസ്റ്റുകൾ എവിടെ കൊണ്ടുപോയി ഡിസ്പോസ്, എവിടെ കൊണ്ടുപോയി നമ്മൾ നിക്ഷേപിക്കണം അല്ലെ? എവിടെയാണ് അത് സ്റ്റോർ ചെയ്യേണ്ടത് ഇല്ലേ? വീട്ടിൽ ആരാണ് അത് ചെയ്യുന്നത്? അമ്മമാരായിരിക്കും അല്ലെ? അമ്മമാരായിരിക്കും അല്ലെ? ആണോ? എന്ത് പറ്റി? ക്ലിയർ ആയില്ലേ അല്ലെ? അതേപോലെ എന്താണ് ഹോസ്പിറ്റലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ വേസ്റ്റുകൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എവിടെയാണ് അത് സൂക്ഷിക്കേണ്ടത്, എവിടെയാണ് അത് നിർമ്മാർജ്ജനം ചെയ്യേണ്ടത്, അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയായിരിക്കണം, അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന അസുഖങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ അല്ലെ, ഇൻഫെക്ഷൻസ് അത് കൺട്രോൾ ചെയ്യാൻ അവർക്ക് എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാൻ പറ്റും അല്ലെ, അങ്ങനെയുള്ള ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുകയും പിന്നെ എന്താണ് ആ ഒരു ആക്ഷൻ പ്ലാന് അവർ ഇംപ്ലിമെന്റ് ചെയ്യണം, ഹോസ്പിറ്റലിൽ നടപ്പിലാക്കുകയും അത് സൂപ്പർവിഷൻ നടത്തുകയും അത് നിരീക്ഷിക്കുകയും മോണിറ്റർ ചെയ്യുകയും ചെയ്യുക. ഓക്കെ ആണോ? Okay, next, the yearly reports accident needed as required under below the BMW rules should be submitted to the concerned authority as in the biomedical waste rules format. അല്ലെ എന്താണ് BMW, അതായത് നമ്മുടെ ബയോമെഡിക്കൽ വേസ്റ്റ് നിയമങ്ങൾ പ്രകാരം എന്താണ് നമ്മൾ ഇപ്പൊ വാർഷിക റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്യാറില്ലേ? ഫിനാൻസ് റിപ്പോർട്ട് അല്ലെ അല്ലേ? എവിടെയാണെങ്കിലും കമ്പനികളിലാണെങ്കിലും ഓഡിറ്റിംഗ് റിപ്പോർട്ടുകൾ അല്ലെ, അതേപോലെ എന്ത് ചെയ്യണം? നമ്മൾ ഈ ബയോമെഡിക്കൽ വേസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ടുകൾ, വാർഷിക റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്യണം. അതുകൂടാതെ നമുക്ക് ഈ വേസ്റ്റുമായി ബന്ധപ്പെട്ട് ബയോമെഡിക്കൽ വേസ്റ്റുകളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ബയോമെഡിക്കൽ വേസ്റ്റ് ഫോർമാറ്റിൽ എഴുതി അത് ബന്ധപ്പെട്ട അധികാരികൾക്ക് സമർപ്പിക്കണം. ഓക്കെയാണോ? ബയോമെഡിക്കൽ വേസ്റ്റ് ഫോർമാറ്റ് പ്രകാരം എന്താണ് നമ്മുടെ വാർഷിക റിപ്പോർട്ടുകൾ തയ്യാറാക്കുകയും കൂടാതെ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വേസ്റ്റുകളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇൻഫെക്ഷൻസോ അതല്ലെങ്കിൽ എന്തെങ്കിലും അപകടങ്ങളോ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ അവര് റെക്കോർഡ് ചെയ്ത് അത് ആ ഒരു വേസ്റ്റുമായി ബന്ധപ്പെട്ട അധികാരികൾക്ക് സമർപ്പിക്കുകയും ചെയ്യുക. ഓക്കെയാണോ? ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് മെഷേഴ്സ് ഫോർ വേസ്റ്റ് മിനിമൈസേഷൻ. നമുക്ക് ആ വേസ്റ്റ് ബയോമെഡിക്കൽ വേസ്റ്റ് കുറയ്ക്കാൻ വേണ്ട അല്ലെ, മിനിമൈസ് ചെയ്യാനുള്ള മെഷേഴ്സ് എന്തൊക്കെയാണ് അല്ലെ? നോക്കിയേ, as far as possible purchase of reusable items made of glass and metal should be promoted. അല്ലെ എന്താണ് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് നമ്മൾ മേടിക്കുക അല്ലെ, പർച്ചേസ് ചെയ്യുക. ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ചതോ അല്ലെങ്കിൽ മെറ്റൽ കൊണ്ടോ നിർമ്മിച്ചതായിട്ടുള്ള റീയൂസബിൾ ആയിട്ടുള്ള പർച്ചേസുകൾ നടത്താൻ നമ്മെ പ്രോത്സാഹിപ്പിക്കുക അല്ലെ. നെക്സ്റ്റ് പറയുന്നത് ചൂസ് നോൺ PVC പ്ലാസ്റ്റിക് ഐറ്റംസ്. നോൺ PVC പ്ലാസ്റ്റിക് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് ഐറ്റം ആണ്, പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആണ് PVC. അപ്പൊ ഈ PVC ഐറ്റംസ് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ പരിസ്ഥിതിക്ക് ഒരുപാട് തരത്തിലുള്ള പൊല്യൂഷൻസ് ഉണ്ടാക്കുകയും ഡിസ്പോസിംഗ് മെത്തേഡ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് നോൺ PVC പ്ലാസ്റ്റിക് ഐറ്റംസ് നമുക്ക് യൂസ് ചെയ്യാൻ നമ്മൾ ചൂസ് ചെയ്യുകയും ചെയ്യുക. നമ്മൾ ഈ മാസ്കുകൾ ധരിക്കാറില്ലേ ഹോസ്പിറ്റലില്, നെബുലൈസേഷൻ ചെയ്യുന്ന മാസ്കുകള്, ഗ്ലൗസുകള്, ട്യൂബുകള്, കത്തീറ്റേഴ്സ് ട്യൂബുകള്, അതൊക്കെ നമ്മുടെ ഈ PVC പ്ലാസ്റ്റിക് ഐറ്റംസ് ഒക്കെയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? അങ്ങനെയുള്ള ഐറ്റംസ് നോൺ PVC ആയിട്ടുള്ള പ്ലാസ്റ്റിക് ഐറ്റംസ് ചൂസ് ചെയ്യുക. പരിസ്ഥിതിക്ക് ഒരു ഹാനികരമില്ലാത്ത രീതിയിലുള്ള ഐറ്റംസ് ചൂസ് ചെയ്യുക. നമ്മുടെ വീട്ടിലെ നമ്മൾ കവറൊക്കെ പറയാറില്ലേ, കവറ് നമുക്ക് ഷോപ്പിൽ നിന്ന് പ്ലാസ്റ്റിക് കവർ കിട്ടുമ്പോ അത് നമ്മൾ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? ഇപ്പൊ മിക്ക ഷോപ്പിൽ എന്താണ് പേപ്പർ കവേഴ്സ് ആണ് അല്ലെ നമുക്ക് തരുന്നത്, പേപ്പർ കവേഴ്സ് ആണ് അല്ലെ.
അല്ലെ? പേപ്പർ കവേഴ്സ് ഒക്കെ എല്ലാവർക്കും തരുന്നത്. അപ്പൊ എന്താണ് ഈ PVC പ്ലാസ്റ്റിക് ഐറ്റംസ് എന്ന് പറഞ്ഞാല് നമ്മുടെ പരിസ്ഥിതിക്ക് ഡിസ്പോസ് ചെയ്യുന്ന സമയത്തും അത് നമ്മൾ ഉത്പാദിപ്പിക്കുന്ന സമയത്തും ഒരുപാട് മലിനീകരണം ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് അത് ആ ഒരു ഐറ്റംസ് ചൂസ് ചെയ്യാതെ നോൺ PVC പ്ലാസ്റ്റിക് ഐറ്റംസ് ചൂസ് ചെയ്യുക. നെക്സ്റ്റ്, അഡോപ്റ്റ് പ്രൊസീജിയർ ആൻഡ് പോളിസീസ് ഫോർ ജെനുവിൻ മാനേജ്മെന്റ് വേസ്റ്റ് പ്രൊഡ്യൂസ്ഡ്. അല്ലെ? എന്താണ്? ഉത്പാദിപ്പിക്കുന്ന മാലിന്യങ്ങൾ യഥാർത്ഥ മാനേജ്മെന്റിനുള്ള നടപടിക്രമങ്ങളും നയങ്ങളും സ്വീകരിക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞു ഓരോ വേസ്റ്റുകളും എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞില്ലേ? ഓരോ ഡിസ്പോസിംഗ് എന്ന് പറഞ്ഞു അല്ലെ? ഇപ്പൊ ഹ്യൂമൻ അനാട്ടമിക്കൽ വേസ്റ്റ് ആണെങ്കിൽ അതെങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യേണ്ടത് അല്ലെ? അത് ഏത് കളർ ബാഗിലാണ് സൂക്ഷിക്കേണ്ടത് അല്ലെ? ആ ഒരു കാറ്റഗറി 1 വരുന്ന വേസ്റ്റ് എന്താണ്? അങ്ങനെ ഒരു റൂൾസ് പറഞ്ഞില്ലേ? കാറ്റഗറി ടേബിൾ പറഞ്ഞില്ലേ? അപ്പൊ അങ്ങനെ ഓരോ വേസ്റ്റുകളും ഓരോ മാലിന്യങ്ങളും യഥാർത്ഥ മാനേജ്മെന്റിനുള്ള ശരിയായ മാനേജ്മെന്റിനുള്ള നടപടിക്രമങ്ങളും നയങ്ങളും സ്വീകരിക്കുക. ഓരോ വേസ്റ്റുകളും അതിന്റെ ശരിയായ രീതിയിലുള്ള ഡിസ്പോസിംഗ് മെത്തേഡിനും സ്റ്റോറിങ്ങിനും ഒക്കെ വേണ്ട നയങ്ങളും നടപടിക്രമങ്ങളും സ്വീകരിക്കുക. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് എസ്റ്റാബ്ലിഷ് ഇഫക്റ്റീവ് ആൻഡ് സൗണ്ട് റീസൈക്ലിംഗ് പോളിസി ഫോർ പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ആൻഡ് കോണ്ടാക്ട് വിത്ത് ഓതറൈസ്ഡ് മാനുഫാക്ചേഴ്സ്. നമ്മൾ പറഞ്ഞ റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങൾ പർച്ചേസ് ചെയ്യാന്ന് പറഞ്ഞില്ലേ? അപ്പൊ എന്ത് ചെയ്യണം? ആ ഒരു പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് എന്താണ്? നമ്മൾ റീസൈക്ലിംഗ് ചെയ്യുന്നതിനും അതുമായി ബന്ധപ്പെട്ട നിർമ്മാതാക്കളുമായി ബന്ധപ്പെടുന്നതിന് ഫലപ്രദവും മികച്ചതുമായ പുനരുപയോഗ നയം രൂപീകരിക്കുക. നമ്മൾ വാങ്ങിച്ച സാധനങ്ങളെ നമുക്ക് വീണ്ടും ഉപയോഗിക്കണ്ടേ? റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കണ്ടേ? അപ്പൊ റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? രണ്ടാമത് റീപ്രൊഡ്യൂസ് ചെയ്യണം അല്ലെ? റീപ്രൊഡ്യൂസ് ചെയ്യണ്ടേ? അപ്പൊ അങ്ങനെയുള്ള നിർമ്മാതാക്കളുമായി ബന്ധപ്പെടുന്നതിന് വേണ്ടി ഓതറൈസ്ഡ് മാനുഫാക്ചറുമായി ബന്ധപ്പെടുന്നതിന് ഫലപ്രദവും മികച്ചതുമായ പുനരുപയോഗ നയം രൂപീകരിക്കുക. ക്ലിയർ ആയോ? പുനരുപയോഗ നയം, recycling policy, establish effective and sound recycling policy. നമ്മൾ ഉപയോഗിച്ച സാധനങ്ങൾ വീണ്ടും റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കുന്നതിന് വേണ്ട എന്താണ്? റീസൈക്ലിംഗ് പോളിസി രൂപീകരിക്കുക. ഓക്കെ ആണോ? ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? മിസ് നെക്സ്റ്റ് നമ്മുടെ ടെർമിനോളജി തുടങ്ങിയില്ലേ മക്കളെ? ടെർമിനോളജി തുടങ്ങിയില്ലേ? അതെയാ? ഓരോ ഫസ്റ്റ് സെക്ഷൻസ് മിൽഗ്രോസ് സ്പീച്ചിൽ എടുക്കണ്ടേ അല്ലെ? പിന്നെന്താണ്? റൂട്ട് വേർഡ്സ് നമ്മുടെ ആദിരാമസ് സ്റ്റാർട്ട് ചെയ്തില്ലേ? പിന്നെ നെക്സ്റ്റ് അബ്രിവേഷൻ ആണ്. അബ്രിവേഷൻ മിസ് സ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിച്ച് വന്നതാണെന്ന്, പക്ഷേ ടൈം ആയല്ലോ. അബ്രിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അബ്രിവേഷൻ എന്താണ്? അബ്രിവേഷൻ നമ്മൾ ഒരുപാട് അബ്രിവേഷൻ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ ഏതെങ്കിലും വേർഡ്സുകൾ അല്ലെ അല്ലെങ്കിൽ സെന്റൻസുകൾ നമ്മൾ ചെറുതാക്കാൻ ഉപയോഗിക്കുന്ന ഷോർട്ട് ഫോമുകൾ അല്ലെ, ചെറുതാക്കാൻ ഉപയോഗിക്കുന്ന പദങ്ങളെയാണ് അബ്രിവേഷൻ എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ നമുക്കറിയാം എന്താണ് ലിറ്റർ. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ലിറ്ററിനെ നമ്മൾ എന്ത് ഉപയോഗിക്കാണ്? L അല്ലെ? അല്ലേ? അതേപോലെ എന്താണ് ഡിഗ്രി സെൽഷ്യസ് അല്ലെ? അപ്പൊ നമ്മ ഡിഗ്രി ഇട്ടിട്ട് സീന്ന് എഴുതും അല്ലെ? പിന്നെ എന്താണ് നമ്മ COPD, നിങ്ങൾക്ക് ഇവിടെ പഠിച്ചു COPD അല്ലെ? ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് ആൻഡ് പൾമണറി ഡിസീസ് അല്ലെ? നമ്മുടെ ശരീരത്തിൽ ഓക്സിജന്റെ അളവ് കുറയുന്നത് മൂലം നമുക്ക് ഉണ്ടാകുന്ന ശ്വാസ സംബന്ധമായ അസുഖങ്ങൾ അല്ലെ? ശ്വാസം കിട്ടാതെ വരുന്ന അവസ്ഥ അല്ലെ? ആണോ?
അപ്പൊ പിന്നെ നമ്മ ബി പി അല്ലെ, ബ്ലഡ് പ്രഷറിന് എന്താ പറയുന്നത്? ബി പി അല്ലെ, ബ്ലഡ് പ്രഷർ ബി പി അല്ലെ. അപ്പൊ ബി എസ് എന്ന് പറഞ്ഞാൽ ബി എസ് എന്താണ്? ബാച്ചുലർ ഓഫ് സയൻസ് അല്ലെ. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ഫോം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വേർഡ് ചെറുതാക്കാൻ ഉപയോഗിക്കുന്ന പദങ്ങളെയാണ് അബ്രിവിയേഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നോക്കിയേ, ഇപ്പൊ നിങ്ങൾക്ക് ഇതില് ജസ്റ്റ് ഈ ഒരു ലെറ്റേഴ്സ് നിങ്ങൾ നോക്കുക, അതിന്റെ എക്സ്പാൻഷൻ ഫോം ഏതാണെന്ന് പഠിക്കുക. അതല്ലാണ്ട് അതിനെ കുറിച്ച് ഒരുപാട് എക്സ്പ്ലനേഷൻ ഒന്നും നിങ്ങൾ പഠിക്കണ്ട കേട്ടോ. പിന്നെ മിസ് ഓരോ സെക്ഷനും എടുത്തു കഴിയുമ്പോൾ ഇമ്പോർട്ടന്റ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു തരും. ഓരോ ഭാഗത്ത് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ കണ്ടു വന്നിരിക്കുന്നതൊക്കെയാണ് അടയാളപ്പെടുത്തി തരുന്നത്. അപ്പൊ അത് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഓക്കെ ആണോ? അതല്ലാണ്ട് ഓരോന്നും എന്താണെന്ന് നിങ്ങൾ പഠിച്ചു വെക്കണ്ട കേട്ടോ. ഓരോന്നും എന്താണെന്ന് ഒരുപാട് പഠിക്കാനെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ അബ്രിവിയേഷനോ ഈ നമ്മുടെ ടെർമിനോളജിയോ കഴിയില്ല. ഒരുപാട് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ ഏത് ഇമ്പോർട്ടന്റ് പറയുന്നത് നിങ്ങൾ കൂടുതലായിട്ട് പഠിക്കുക, ഫോക്കസ് ചെയ്ത് പഠിക്കുക. ബാക്കിയൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി വെക്കാം കേട്ടോ. അതിനെ കുറിച്ച് കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും പഠിക്കേണ്ട. ഓക്കെ അല്ലേ? ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചത് തന്നെയാണ് വീണ്ടും അബ്രിവിയേഷനിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് കേട്ടോ. ഫസ്റ്റ് വരുന്നത് എ ആൻഡ് പി. നമ്മ പറയാറുണ്ട് അല്ലെ, നമ്പർ 1 അബ്രിവിയേഷൻ എക്സ്പാൻഷൻ. എ ആൻഡ് പി എന്ന് പറഞ്ഞാൽ എന്താ? അനാട്ടമി ആൻഡ് ഫിസിയോളജി അല്ലെ, ശരീരഘടനയും ശരീരശാസ്ത്രവും അല്ലെ. അനാട്ടമി എന്ന് പറഞ്ഞാൽ ശരീരഘടന, ഫിസിയോളജി എന്ന് പറഞ്ഞാൽ ശരീരശാസ്ത്രം. പിന്നെ രണ്ടാമത്തത് എ ഹൈഫൺ ബിഫോർ അല്ലെ. നെക്സ്റ്റ് പറയുന്നത് എ ഹൈഫൺ ഓഫ് ഈച്ച്. നമ്മ പ്രിസ്ക്രിപ്ഷൻ ഒക്കെ എഴുതുമ്പോ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ, എ ഹൈഫൺ. പിന്നെ ഫോർത്ത് വരുന്നത് എ ബി ഡി തന്നെയുണ്ട്, അബ്ഡമൻ അല്ലെ, അബ്ഡമൻ. പിന്നെ നെക്സ്റ്റ് ഫിഫ്ത് വരുന്നത് എ ബി ജി, ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ്. നമ്മുടെ ബ്ലഡിലെ കാർബൺ ഡൈ ഓക്സിജന്റെ അളവൊക്കെ നോക്കാൻ ഉപയോഗിക്കുന്ന ഒരു ബ്ലഡ് ടെസ്റ്റ് ആണ് കേട്ടോ, ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ്. ഓക്കെ ആണോ? നെക്സ്റ്റ് സിക്സ്ത് എ സി, ബിഫോർ മീൽസ്. നമ്മ ഭക്ഷണം പ്രിസ്ക്രിപ്ഷൻ എഴുതുമ്പോ തരാറുണ്ട് അല്ലെ, ബിഫോർ മീൽസ് അല്ലെ, ഭക്ഷണത്തിന് ശേഷം അല്ലെ, ഭക്ഷണത്തിന് മുമ്പ് അല്ലെ. ഫിഫ്ത് എ ബി ജി, ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ്. നമ്മുടെ ബ്ലഡിലെ കാർബൺ ഡൈ ഓക്സിജൻ ഒക്കെ ഇല്ലേ, അപ്പൊ അതിന്റെ അളവ് മെഷർ ചെയ്യാൻ ചെയ്യുന്ന ഒരു ബ്ലഡ് ടെസ്റ്റ് ആണ് എ ബി ജി. നെക്സ്റ്റ് ACLS, അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട്. നിങ്ങൾ ഇതിൽ പഠിച്ചില്ലേ? ആക്സിഡന്റ് ആൻഡ് എമർജൻസിയിൽ പഠിച്ചില്ലേ? നമുക്ക് കാർഡിയാക് സംബന്ധമായ അസുഖങ്ങൾ വരും, ഡിഫിബ്രിലേറ്റേഴ്സ്, അല്ലെങ്കിൽ നമുക്ക് CPR ഒക്കെ തരില്ലേ, അതൊക്കെയാണ് അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട്. നെക്സ്റ്റ് ABLIV, ലിവ് ആസ് മച്ച് ആസ് ഡിസയേർഡ്, ആഗ്രഹിക്കുന്നിടത്തോളം അല്ലെ, ആസ് മച്ച് ആസ് ഡിസയേർഡ്. അപ്പൊ ഇതില ഫിഫ്ത്തും സെവൻത്തും അടയാളപ്പെടുത്തിയ മക്കളെ, ഫിഫ്ത്തും സെവൻത്തും. ഓക്കെ ആണോ? ഫിഫ്ത് അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ അത് ക്വസ്റ്റ്യൻ വരുന്നതാണ്, ഫിഫ്ത്തും സെവൻത്തും. ഓക്കെ ആണോ? ഇന്നെടുത്ത ഭാഗം ഓക്കെ ആണോ എല്ലാവർക്കും? സ്പീഡ് കൂടി ഒന്ന് മിസ് അബ്രിവിയേഷൻ കുറച്ചൊന്ന് തുടങ്ങണമെന്ന് വിചാരിച്ചിരുന്നാണ്, പക്ഷെ പറ്റിയില്ല. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു ഓൾ. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.